അത് കഴിഞ്ഞ് ഷോട്ട് എടുക്കാൻ നേരത്ത് ദിലീപേട്ടൻ ചോദിച്ചു അവനെന്തേലും ചോദിച്ചു. അപ്പം ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല ഏട്ടാ അവനെന്തെങ്കിലും കുഴപ്പമില്ലാതെ അല്ല അവനിങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ അടുത്ത് വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു എടാ ഇതുവരെ കണ്ട ഒരു ദിലീപേട്ടനെ ഞാൻ ഈ സിനിമയിൽ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ഡയറക്ടർക്ക് 65 കിലോ ആയതിൻ്റെ ഒരു വെയിറ്റിൻ്റെ ഇത് ചെക്ക് ചെയ്ത് ഫോട്ടോ അയച്ചു കൊടുത്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നീ എന്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇവരുടെ ഈ നല്ലത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരിൽ നല്ലതുണ്ട്, ആ നല്ലതെന്നും കൂടി നമ്മൾ അറിയണം. ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജോസൂട്ടിയാണ്. ഹായ്. ഹായ്, നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഷിൻസ് ചക്കാലക്കൽ കത്തി നിൽക്കുകയാണല്ലോ. അതെ അതെ അതെ, എല്ലാവരും കൂടി ഒരു കോംബോ ആയിട്ട് അല്ലേ? അതെ. ഇത്രയും ഈ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, നമ്മൾ ആക്ച്വലി നല്ലൊരു സിനിമയാണെന്ന് തുടക്കം തൊട്ടേ നമുക്കറിയായിരുന്നു. അത് ഇപ്പോൾ തിയേറ്ററിൽ വന്നപ്പോൾ അത് നല്ല രീതിയിൽ പോകുന്നു എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷം. ഓക്കെ, അത് നമുക്ക് സിനിമ ഇറങ്ങുമ്പോൾ ഒരു ടെൻഷൻ ആയിരുന്നു. അതായത് ഇത് ഇറങ്ങിക്കഴിഞ്ഞ ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമാവും, ഞാൻ വിചാരിച്ച പോലെയൊക്കെ തന്നെ ഇത് പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് വന്നോ? ആക്ച്വലി അങ്ങനെ ഒരു തോട്ട് വരുമല്ലോ. നമ്മളിപ്പോൾ നമ്മളെ എല്ലാം നല്ലത് സംഭവിക്കുമെന്ന് വിചാരിച്ചാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സിനിമയുടെ തുടക്കം തൊട്ട് നിൽക്കുമ്പം ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഈ ഒരു മൊമെൻറ്റിൽ പോലും നമ്മൾ ഇതെല്ലാം എപ്പോഴും നല്ലതാകണം എന്ന് തന്നെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ഇറങ്ങി നിൽക്കുന്ന സമയങ്ങളിൽ അത് നല്ലതായി വരുന്നത് കൊണ്ട് നമുക്ക് സന്തോഷം. ലിസ്റ്റിൻ ചേട്ടൻ കസിൻ ബ്രദറാണ്. അപ്പൊ ഇതിന് മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു, ഈ സിനിമയുടെ ആഗ്രഹം പറഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു സുഹൃത്ത് സജസ്റ്റ് ചെയ്താലാണ് ഞാൻ സിനിമയിൽ എന്റെ ഒരു രീതിയിൽ ഒരു അവസരം തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഏകദേശം സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊരു ഒരു സ്വീറ്റ് റിവെഞ്ച് ആയിട്ടൊക്കെ തോന്നുന്നു. അല്ല, അങ്ങനെ അല്ല. ആക്ച്വലി പുള്ളിയുടെ സിനിമകളിൽ കൂടെയാണ് ആക്ച്വലി ഞാൻ വന്നത്. അപ്പം എനിക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ കിട്ടിയത് പുള്ളിയുടെ സിനിമകൾ വന്നതുകൊണ്ടാണ് ആക്ച്വലി. അപ്പം ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ ഒരു തുടക്ക സമയം തൊട്ട് ഇവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു ആക്ച്വലി. ഇപ്പോൾ ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും ആയിട്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ തുടങ്ങുന്ന സമയം തൊട്ട് ഇവരുടെ കൂടെ ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ഇതിലൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ആക്ച്വലി. പക്ഷേ നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളായി, ഇപ്പം ഞാൻ ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറൊക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു സൗഹൃദമുള്ള ഒരാളാണ്. അപ്പോൾ കുറേ നാളുകളായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം ഒരു പോയിന്റ് ഇതിലേക്ക് വരുന്നൊരു സാഹചര്യം വന്നപ്പം നമുക്കിതിപ്പം നമ്മൾ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് അറിയാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് തരുമെന്നുള്ളത്. പക്ഷേ ഇപ്പം അവർ പറയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിക്കണല്ലോ. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ഞാൻ ഓൾറെഡി ചോദിച്ചു ആരാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് എന്നുള്ളൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഈ കഥ നരേറ്റ് ചെയ്ത് തരുമായിരുന്നു. കഥ ആക്ച്വലി ഇതിൻ്റെ ഒരു തുടക്കം തൊട്ടേ ഈ കഥ എനിക്കറിയായിരുന്നു. ഇതിൻ്റെ ഒരു ഫസ്റ്റ് വൺലൈൻ എഴുതുന്ന സമയം തൊട്ടേ ഇതിൻ്റെ ഒരു ഫുൾ പരിപാടികൾ നമ്മളോട് കൂടി ഞങ്ങളെല്ലാം ഡിസ്കഷനിൽ ഇരിക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഒരു പോയിന്റ് ഇതൊരു ഫൈനൽ ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞാണ് ഇങ്ങനൊരു ക്യാരക്ടർ ഇതിൻ്റെ അകത്തേക്ക് വന്നു. അപ്പോൾ ആരാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് എന്നുള്ളൊരു ഡിസ്കഷൻ പരിപാടികളൊക്കെ നടക്കുകയാണ്. അപ്പം നമുക്കിത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ആഗ്രഹം വരുമല്ലോ സ്വാഭാവികമായിട്ട്, നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പം ചോദിക്കാനും ഒരു മടി. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം റൈറ്ററുടെ അടുത്ത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം ഡയറക്ടറും റൈറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഇത് ആക്ച്വലി ഈ ഒരു ക്യാരക്ടർ 24 25 വയസ്സുള്ള ഒരു പയ്യനാണ്. എൻ്റെ ഏജുമായിട്ട് ഒരു കുറച്ച് വ്യത്യാസമുണ്ട് ഈ ക്യാരക്ടറിന്. അപ്പം അവർ പറഞ്ഞാടാ നീ ചെയ്താൽ എങ്ങനെ ആവും എന്നുള്ളത് നമുക്കറിയില്ല അത് എന്നുള്ള സാധനം പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ചില നടപടി ഇല്ലാത്തൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്നോട് പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആ സമയത്ത് 73 കിലോ ഉണ്ട് ആക്ച്വലി. അപ്പോൾ അവരുടെ ക്യാരക്ടറിൻ്റെ ഏജ് 24-25 വയസ്സുമാണ്. ആ പുള്ളി ഡയറക്ടറിന് ഒരു 65 കിലോയാണ് ഇതിനകത്ത്. മാക്സിമം വന്നാൽ അയാളുടെ വെയിറ്റ് 65 കിലോ വരെ വരാൻ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഡിഫറൻസും ഉണ്ട്. അപ്പം പുള്ളി എന്നോടൊരു പോയിന്റ് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വെയിറ്റ് കുറയ്ക്കാനും പരിപാടിയൊക്കെ ഒന്ന് നോക്കാം, പക്ഷെ ഒരു ഉറപ്പും പറയത്തില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അതിന് ഷൂട്ട് തുടങ്ങാൻ 1 മാസമുള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും നന്നായിട്ട് എഫേർട്ട് എടുത്ത് എന്നുവെച്ചാൽ ഫുഡിൻ്റെ പരിപാടിയെല്ലാം കൺട്രോൾ ചെയ്ത് ഞാനൊരു ഡയറ്റീഷ്യനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് ഒരു മാസം കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു 10 ദിവസം അടുത്തായപ്പം ഞാനിങ്ങനെ ഡയറക്ടർക്ക് 65 കിലോ ആയതിൻ്റെ ഒരു വെയിറ്റിൻ്റെ ഇത് ചെക്ക് ചെയ്ത് ഫോട്ടോ അയച്ചു കൊടുത്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പം വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നീ എന്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ
അപ്പം ഞാൻ അപ്പം ഇരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്നെ നേരത്തോട്ട് അറിയാം. ഞാൻ ഓൾറെഡി കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് അല്ല, നമ്മളൊരു 73 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും കുറഞ്ഞ പുള്ളി പറഞ്ഞു ഇനി നീ കുറയ്ക്കണ്ട, ഇത് മതി, ഇനി താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് അതും കൂടെ ഒന്ന് നോക്കിയാൽ ലുക്ക് ടെസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം അവർക്കത് ഓക്കെ ആയി. ഇത് ചെയ്തു. അങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് വരുന്നത് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രൊഡക്ഷനും എല്ലാമായിട്ട് ഡിസ്കഷൻ നടത്തി. അപ്പോൾ അവർക്ക് ഓക്കെ പരിപാടി വന്നു, പുള്ളിക്ക് ഒരു താല്പര്യം വന്നു. അങ്ങനെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്തേക്ക് എൻ്റർ ആകുന്നത് ആക്ച്വലി. അതെ, അത് അഭിനയത്തിൻ്റെ കേസിലല്ല ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അഭിനയം എനിക്കറിയത്തില്ല എത്രത്തോളം, അങ്ങനെ അത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ ക്യാരക്ടറൊന്നുമല്ല എൻ്റേത്. എൻ്റെ സിനിമ കണ്ടവർക്ക് അറിയാം, വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷേ ആ ചെറിയ ക്യാരക്ടറാണെങ്കിലും നമുക്ക് ഇവരോടൊക്കെ നിൽക്കുക, അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷം അത് മറ്റൊന്നിലും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ട്രൈ ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു എപ്പോഴും സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ദിലീപേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രിയ നായകനാണ്. നമ്മളെല്ലാവരും ദിലീപേട്ടൻ്റെ കോമഡീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ സിനിമ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മൾ സ്ക്രീനിലൊക്കെ കണ്ട് ദിലീപേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ, അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി ഭയങ്കര സന്തോഷമല്ലേ. നമ്മളെന്താണ് പറയുക, ഇപ്പോഴും ചെറുപ്പത്തിൽ ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എവിടെ നോക്കിയാലും ഇവരുടെയൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്സോ എന്തെങ്കിലും ഒരു സിനിമകളുടെ ഹ്യൂമർ സാധനങ്ങളോ റീലായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആണ്. അപ്പം നമ്മൾ ആ സമയത്ത് അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അതല്ല. അപ്പം നമ്മൾക്ക് തീർച്ചയായിട്ടും അവരോട് ഭയങ്കര ആരാധനയുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അവരുടെ കൂടെ ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർ നമ്മുടെ കൂടെ നിന്ന് അഭിനയിക്കുമ്പം ആക്ച്വലി എനിക്ക് തോന്നുന്നു എന്നെപ്പോലുള്ള പുതുമുഖമായിട്ട് വരുന്ന ആർക്കും സീനിയറായിട്ട് അഭിനയിക്കുന്നവരുടെ മുമ്പിൽ എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, എങ്ങനെയാണ് ഡയലോഗ് പറയേണ്ടതെന്നുള്ള ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഇത്രയും ഞാനിപ്പോൾ വളരെ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളെങ്കിലും ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റി. ഇവരുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവരൊന്നും നമ്മൾക്ക് ഒരു രീതിയിലും നമ്മളെ ഒരു ഡിസ്കംഫോർട്ട് ആക്കിയിട്ട് ആ സീനിൽ പെർഫോം ചെയ്യത്തില്ല. അവരെല്ലാം നമ്മളെ, ഇപ്പോൾ സിദ്ദിഖ് ആയിക്കോട്ടെ, ദിലീപേട്ടനായിക്കോട്ടെ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ മാക്സിമം നമ്മളെല്ലാം പുതിയ ആൾക്കാരാണെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അവരുടെ കൂട്ടത്തിൽ നിർത്തി അവരുടെ കൂടെ ഒരാളാക്കി നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെയാണ് അവർ നമ്മളിൽ നിന്ന് ഔട്ട് എടുക്കുന്നത്. ഒരു ഡയറക്ടർ എങ്ങനെ എടുക്കുന്നോ അതുപോലെ തന്നെ ഇവരും നമ്മളെ അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദിലീപേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറേ കമൻസ് കണ്ടത് ദിലീപേട്ടൻ്റെ ഒരു കംബാക്കിന് വേണ്ടി ആക്ച്വലി എല്ലാ പ്രേക്ഷകരും വെയിറ്റ് ചെയ്തിരിക്കുക. ഒരു സമയം വരെ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബ്രേക്ക് വന്നതും എടുത്തതാണെങ്കിലും അല്ലെങ്കിൽ വന്നു പോയതാണെങ്കിലും അങ്ങനെ കുറച്ച് കരിയറിൽ ഒരു ഗ്യാപ്പൊക്കെ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മുൻപിറങ്ങിയ സിനിമകൾ നമ്മൾ ഉദ്ദേശിച്ച അത്ര രീതിയിൽ മുന്നോട്ട് പോയില്ല. അപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോഴേക്കും അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ മാർക്കറ്റിംഗ് എന്നുള്ളത് ദിലീപേട്ടനാണ്. അതെ, നമുക്ക് തീർച്ചയായിട്ടും ടെൻഷനല്ല. ആക്ച്വലി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾക്കിടയിലുണ്ട്. അപ്പം നമ്മൾ ഒരു ആക്ടർ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ദിലീപേട്ടന് ചേരുന്ന അല്ലെങ്കിൽ ദിലീപേട്ടന് പറ്റിയൊരു സിനിമയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് ടെൻഷനുള്ളൂ. അപ്പോൾ ഇപ്പോഴും നല്ല സിനിമകളാണെങ്കിൽ അത് ഓടും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ എത്ര പടങ്ങൾ ഫ്ലോപ്പായാലും എത്ര പടങ്ങൾ വിജയിച്ചാലും സബ്ജക്റ്റ് നമ്മളിവരുണ്ടാക്കുന്ന സിനിമയിൽ സബ്ജക്റ്റ് നല്ലതല്ല, ആൾക്കാർക്ക് അതുമായിട്ട് കണക്റ്റ് ആകുന്നില്ല എങ്കിൽ ഒരിക്കലും ആ സിനിമ ഓടത്തില്ലല്ലോ. അപ്പം നമ്മളുടെ പടത്തിൻ്റെ സബ്ജക്റ്റിൽ നമുക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇന്നത്തെ പടം ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഈ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പൊ ദിലീപേട്ടന്റെ കോമഡീസ് നമുക്ക് എന്നും വർക്കിംഗ് ആയിരുന്നു ഒരു സമയം വരെ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വർക്ക് ആവുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് ഈ സിനിമയിൽ ദിലീപേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് തോന്നിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതുവരെ കണ്ട ഒരു ദിലീപേട്ടനെ ഞാൻ ഈ സിനിമയിൽ കണ്ടിട്ടില്ല. അതാണ് ഈ സിനിമയിൽ അപ്പം ഞാനെന്ന പ്രേക്ഷകൻ ദിലീപേട്ടനിൽ കണ്ടൊരു ഇത്. അപ്പോൾ ഇതുവരെ ദിലീപേട്ടൻ എങ്ങനെയാണോ ചെയ്തത് അതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. അപ്പം അത് ദിലീപേട്ടൻ്റെ പെർഫോമൻസിലായിക്കോട്ടെ, ദിലീപേട്ടൻ്റെ ക്യാരക്ടറിലായിക്കോട്ടെ, മൊത്തത്തിൽ അത് വന്നിട്ടുണ്ട്. അത് കാണുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അത് കാരണം ഇതിന് മുമ്പ് ഇപ്പോൾ പവി കെയർ ടേക്കർ ഇറങ്ങിയായിരുന്നു, നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചിട്ട് വന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതിന് ഇതുപോലെ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലാണ് എല്ലാവരും ഓക്കെ ദിലീപേട്ടൻ ആസ് ആൻ ആക്ടർ തെളിയിച്ച് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണ് എന്നുള്ളത് വന്നു. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴും അത് ആളുകൾ ഓരോ തവണയും നോക്കുക, ഈ സ്ക്രിപ്റ്റ് നല്ലതായിരിക്കുമോ, ഇത് മാച്ച് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇത് വർക്ക് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് തോന്നുന്നു ആളുകൾക്കും ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് അതാണ്. ഇതുവരെ ദിലീപേട്ടനിൽ നിന്ന് കണ്ടതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ദിലീപേട്ടൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആൾക്കാർ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമുക്കറിയാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും. കോമ്പിനേഷൻ സീൻസ് ആണല്ലോ കൂടുതൽ വരുന്നത് അല്ലേ? ധ്യാൻ ചേട്ടനായിട്ടും 3 പേരും അല്ലേ? അപ്പൊ അവരുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഭവം നമ്മൾ കണ്ടു വന്നതാണ്. അപ്പൊ കൂടെ നിന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു? കൂടെ വന്നപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാനിപ്പം ദിലീപേട്ടൻ്റെ കൂടെ ആയിക്കോട്ടെ, ധ്യാൻ്റെ കൂടെ ആയിക്കോട്ടെ, ഇവരൊക്കെ കൂടെ, ധ്യാൻ്റെ കൂടെ ഇതിനു മുമ്പ് ഞാൻ ചെറിയൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ഒരു ക്യാരക്ടർ വൈസ് ഒരുമിച്ചുള്ള ഒരു പ്ലേ ഒക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, എനിക്ക് ഇവരോട് സംസാരിക്കുമ്പം നമ്മളൊരു ആർട്ടിസ്റ്റാണ്, നമ്മളതിനകത്തൊരു ക്യാരക്ടർ ചെയ്യാൻ വന്ന ഒരാളാണ്. ഇവരോട് നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ തമ്മിൽ പരിചയത്തിലായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഇവരുടെ ഒരു ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ വരുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കൊരു ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അത് അതിലുള്ള എന്ന് വെച്ചാൽ അവരും അതുപോലെ വന്ന ആൾക്കാരാണല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അവർക്കറിയാം ഈ നിൽക്കുന്ന ആൾക്ക് അയാളുടെ മനസ്സിൽ കൂടെ ഇപ്പോൾ എന്തായിരിക്കും പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ അവർക്കുണ്ടാവും. അപ്പോൾ നമ്മളെ അവരുടെ കൂട്ടത്തിൽ കൂട്ടി ഒന്ന് കംഫർട്ടാക്കി ഡയലോഗ് പറയുമ്പം ഒക്കെ നമ്മളെ കൂടുതൽ ഇപ്പം ഇതിൻ്റെ ഒരു പാട്ട് സീക്വൻസ് ഊട്ടിയിലെടുക്കുമ്പം അപ്പോൾ ആക്ച്വലി ഞാൻ ഇല്ലാത്തൊരു ഷോട്ടാണ് ആക്ച്വലി. അപ്പോൾ അന്നേരം ഞാൻ അവിടെ ചുമ്മാ നിൽക്കുവാണ്. അപ്പോൾ നിൽക്കുന്ന ഡയറക്ടർ പറഞ്ഞു, അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഷോട്ടാണ്. അപ്പം ഡയറക്ടർ പറഞ്ഞു എന്നാൽ നീയും കൂടെ കയറി നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് കയറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അവിടെ ദിലീപേട്ടന്, ബിന്ദു ചേച്ചി, സിദ്ദിഖ, ഇവർ 3 പേരും കൂടെ ഒരു പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ 3 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള ലെജൻസാണ്. അപ്പോൾ ഇവരുടെ കൂടെ നിന്ന് നീ അവരുടെ കൂടെ എന്തെങ്കിലും ആക്ടിവിറ്റി പരിപാടി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല. അപ്പോൾ ഇവർക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാനും കൂടെ ഞാൻ പറഞ്ഞില്ല പെട്ടെന്നാണല്ലോ. അപ്പം കയറി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതിങ്ങനെ വട്ടം തിരിഞ്ഞ് നിന്നപ്പോൾ ഡയറക്ടർ കട്ട് പറഞ്ഞിട്ട് പറഞ്ഞു എന്നെ ഇങ്ങോട്ട് വിളിച്ചു വെച്ചാൽ അല്ലെങ്കിൽ കുഴപ്പമില്ല, നീ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. അത് ഇല്ലെങ്കിൽ കുഴപ്പം. അത് കഴിഞ്ഞ് ഷോട്ട് എടുക്കാൻ നേരത്ത് ദിലീപേട്ടൻ ചോദിച്ചു അവനെന്തേലും ചോദിച്ചു. അപ്പം ആയിട്ട് പറഞ്ഞു ആ കുഴപ്പമില്ല ചേട്ടാ, അവനില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ല അവനിങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ അടുത്ത് വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു എടാ ഇതിപ്പോൾ ചെറിയൊരു ഷോട്ട് മാത്രമേ ഉള്ളൂ, നീ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനിപ്പം ഒരു ഡയലോഗ് പറയും, അപ്പോൾ അതിന് നീ ഉത്തരം തന്നാൽ മതി. അപ്പോൾ അന്നേരം ഞാൻ എന്തെങ്കിലും പറയും, അപ്പം ഒരു ആക്ടിവിറ്റി ആയല്ലോ. പുള്ളി ചെറിയൊരു 1 ലൈൻ ഒരു സ്റ്റോറി പോലെ സ്പോട്ടിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് സോങ് ആണല്ലോ. അപ്പം നമ്മൾ ആക്ടിവിറ്റിയും ഇതൊക്കെ ചെയ്ത് വെച്ചാൽ മതി. അപ്പം പുള്ളി അന്നേരം എന്നെ അവിടെ പിടിച്ച് നിർത്തി ഇതൊക്കെ പറഞ്ഞു തന്ന് പുള്ളി ആ കൂട്ടത്തിൽ കൂട്ടാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ. അതെന്നെ സംബന്ധിച്ച് അപ്പം നമ്മളൊരിക്കലും ഇവരിൽ നിന്നൊന്നും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെയുണ്ട്. പക്ഷെ നമ്മളെയും കൂടെ പുള്ളി അപ്പോൾ ഞാൻ പോയത് പുള്ളിക്ക് അവനെ ഉണ്ടല്ലോ. അപ്പോൾ അവനെ ഒരാളെ പെട്ടെന്ന് പോകുമ്പോൾ നമുക്കുള്ളിൽ തോന്നുമല്ലോ പക്ഷേ നമ്മളത് ഇതായല്ലോ എന്നുള്ളത്. അപ്പം പുള്ളിക്ക് അവനെ ആ വിഷമം തോന്നണ്ട എന്നുള്ള രീതിയിൽ പുള്ളി നമ്മളെ പിടിച്ചു നിർത്തി പുള്ളി കാര്യങ്ങൾ പറഞ്ഞു തന്നു, നമുക്ക് എവിടെ മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് പറഞ്ഞു തന്ന് നമ്മളെ കൂടത്തി നിർത്തി. അപ്പോൾ അതൊക്കെ കാണുമ്പം നമുക്ക് ഇവരോട് കൂടുതൽ ഇഷ്ടം തോന്നുവാണ്. ഇപ്പൊ സിദ്ദിഖയുടെ കാര്യം പറയുമ്പോൾ മുൻപും എന്നാലും എൻ്റെ അളിയ ഒരു ഫുള്ളായിട്ട് ക്യാരക്ടർ വരുന്ന ഒരു സിനിമ, നായകനായി അല്ലെങ്കിൽ ഏകദേശം നായകൻ തുല്യമായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതിലും കോമ്പിനേഷൻ നിങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ അതേ സൗഹൃദം ഇതിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. സിദ്ദിഖയായിട്ട് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുന്നേ ചെയ്ത സിനിമ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ സിദ്ദിഖയായിട്ട് ഇത് ഞാൻ ആസിഫലിയുടെ ഒരു സിനിമ. അപ്പം ഇത് 3ാമത്തെ സിനിമയാണ് സിദ്ദിഖയുടെ കൂടെ ഒരുമിച്ച് കോമ്പിനേഷനിൽ വരുന്നത്. അപ്പോൾ എനിക്ക് സിദ്ദിഖയായിട്ട് ഒരു പരിചയമുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവരൊക്കെ ഇപ്പോൾ സിദ്ദിഖയാണെങ്കിലും ഞാനിപ്പോൾ ഇവരുടെ ഈ നല്ലത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരിൽ നല്ലതുണ്ട്, ആ നല്ലതെന്നും കൂടി നമ്മൾ അറിയണം. അപ്പോൾ ഇതുപോലൊരു സീനിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഫസ്റ്റ് ഡേ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ ലീഡ് ചെയ്യുന്ന ഫീമെയിൽ ക്യാരക്ടർ നായികയും ഞാനും സിദ്ദിഖയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ എടുക്കുകയാണ്. അപ്പോൾ നൈറ്റ് സിദ്ദിഖയ്ക്ക് പെട്ടെന്ന് പോകണം, വേറെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ 1.5 മണിക്കൂറേ ഉള്ളൂ ഇവിടുന്ന് പോകാനായിട്ട്. പുള്ളി ആ ഒരു ഒറ്റ ഷോട്ടേ ഉള്ളൂ, ആ ഷോട്ടോട് കഴിഞ്ഞാൽ പുള്ളിക്ക് പോകണം.
പുള്ളി അവിടെ നിന്നിരുന്ന് അപ്പോൾ നമ്മൾ ആദ്യം വരുന്നവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു വെപ്രാളം ഉണ്ടാകും, ആദ്യത്തെ സീൻ എങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ നായികയുടെ എനിക്ക് തോന്നുന്നു ഒരു ആദ്യത്തെ സീൻ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർക്കും പറയുന്നതിൽ മിസ്റ്റേക്ക്, ഡയലോഗ് ചെയ്യുന്നതിൽ എല്ലാത്തിലും ഒരു കൺഫ്യൂഷൻ പരിപാടി എല്ലാം. അപ്പോൾ ഡയറക്ടർ ഒന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ ടേക്ക് ഇതായപ്പോൾ സിദ്ദിഖ് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോകണം എന്നുള്ള കേസ് പുള്ളി വിട്ടു. പുള്ളി അവിടെ ഇരുന്ന് അവർക്ക് അപ്പം നമ്മളിത് കേട്ടോണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കും ഗുണമാണ്, നമുക്കും അറിയാൻ പറ്റുവാണ്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നമ്മൾ ഡയലോഗ് പറയണം, ഇന്ന രീതിയിൽ പറയണം, നമ്മൾ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് പുള്ളി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അവിടെ നിന്ന് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടെൻഷൻ്റെ മൂഡൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കുറേ കംഫർട്ടാക്കി അവിടെ നിന്ന് അവരെ കൊണ്ട് അടുത്ത ടേക്ക് ഇത് ചെയ്തു. അത് ഓക്കെ ആയി. അപ്പോൾ അതൊക്കെ കാണുമ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കും അവരോടുള്ള ഒരു ഇഷ്ടം കൂടുവാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് എന്നുള്ള ഇത് അവർക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടം നമുക്ക് വരുവാണ്. എല്ലാവരോടും അവർ പെരുമാറുന്ന ഒരേ രീതിയിലാണെന്നുള്ളത്. ഇതേപോലെ ഒരു ജനഗണമനയിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ, ഇതുപോലെ രാജുചേട്ടൻ ഇങ്ങനെ കംഫർട്ടാക്കി അഭിനയം ഒരു നെടുനീളൻ ഡയലോഗ് ഉണ്ടായിരുന്നു. അത് ജനഗണമനയല്ലായിരുന്നു, അത് ഡ്രൈവിംഗ് ലൈസൻസിലായിരുന്നു. അതിലായിരുന്നു. ഇതുപോലെ കുറെ ഒരു വലിയ ഡയലോഗായിരുന്നു അത് പറഞ്ഞ് ഇതേപോലെ കഥ ഞാൻ കേട്ട. അപ്പൊ അത് ഓർത്തോ, റിലേറ്റ് ചെയ്തായിരുന്നു? പിന്നെ അത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പം നമുക്ക് ഈ ഡയലോഗ് തെറ്റിക്കഴിയുമ്പോൾ നമ്മൾ ഓർമ്മയിൽ വരുമല്ലോ, പറഞ്ഞു നോക്കാം. അപ്പോൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കും ഇപ്പോൾ പുറത്തുള്ള ആൾക്കാരും എനിക്ക് തോന്നുന്നു വിചാരിക്കും ഇവരൊക്കെ ഒരു വലിയ സ്റ്റാറുകളല്ലേ, ഒരിക്കലും ആദ്യമായിട്ട് ചെല്ലുന്ന ആൾക്കാരോട് ഒരിക്കലും ആ ഒരു ഇതുണ്ടാകില്ല എന്ന്. പക്ഷെ അവരെല്ലാം നമ്മളെ കംഫർട്ടാക്കാനാണ് അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും അവരുടെ കൂടെ നിൽക്കുമ്പോൾ. ഇപ്പോൾ ഈ സിനിമ നമ്മൾ പറഞ്ഞല്ലോ ദിലീപേട്ടൻ്റെ ഒരു കംബാക്ക് ആണെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഈ ദിലീപേട്ടൻ ഇതിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് എന്നുള്ളത് ജോസൂട്ടിയുടെ കരിയറിനെയും ബാധിക്കും, അല്ലെങ്കിൽ കരിയറിനെ നന്നായി നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്? ഞാൻ ആക്ച്വലി ഈ സിനിമയിലൊരു വലിയ ഫുൾ ലെങ്ത് ദിലീപേട്ടനൊപ്പം നിൽക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറല്ല സിനിമയിൽ ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് അടുത്തൊരു അവസരം കിട്ടുമോ എന്നുള്ളത് അത് നമ്മുടെ കയ്യിലുള്ളൊരു കാര്യമല്ല. നമ്മളുടെ കയ്യിൽ എന്ത് കിട്ടി അത് നമ്മൾ എങ്ങനെ ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. അത് കണ്ടിട്ട് ആൾക്കാർക്ക് എന്താണ് അത് ഇഷ്ടപ്പെട്ടോ അത് കണ്ടുകൊണ്ട് കൂടുതൽ ആൾക്കാർ അതിലേക്ക് അത് സ്പ്രെഡായി ഏതെങ്കിലും ഒരു പുതിയ ഡയറക്ടർ അത് കാണുമ്പം അവൻ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നി അവനെ കാസ്റ്റ് ചെയ്ത് ആ സിനിമയിലേക്ക് കൊണ്ടുവന്ന് കുറേ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ആ സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ സിനിമകൾ കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ ചെയ്ത ക്യാരക്ടർ, അപ്പോൾ നമ്മൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ ചെയ്ത ക്യാരക്ടർ ആൾക്കാർക്കിടയിൽ എങ്ങനെ എത്തുന്നു, അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. പിന്നെ അപ്കമിങ് പ്രൊജക്ട്സ് ഏതൊക്കെ വരാനുണ്ടോ? എനിക്ക് അങ്ങനെ വലിയ പ്രോജക്റ്റുകളൊന്നുമില്ല. ഞാൻ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. മനു അശോകൻ എന്ന് പറഞ്ഞ കാണൊക്കെ ചെയ്ത ഉയരൊക്കെ ചെയ്ത ഡയറക്ടർ ഐസ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. ആ വെബ് സീരീസാണ് ഇനിയിപ്പം ഇറങ്ങാനായിട്ട് ഷൂട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷം കണ്ടതിൽ. ഇനി നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ സ്റ്റാറിലേക്ക് എത്തട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.